ഇന്ന് ശ്രീന്തി രാവിലെ ഒരുങ്ങി നിൽക്കുന്നത് അമ്പലത്തിൽ പോകാനായിട്ടാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ശ്രീന്തിയുടെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം വനുവാതുക്കര മഹാദേവ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ അവിടെ പോയി തൊഴുതു, വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീൻ്റെ പിറന്നാളൊക്കെ ആകുമ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണല്ലോ നമ്മൾ തുടങ്ങുക. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടെ ഇപ്പം മഹാദേവൻ്റെ ക്ഷേത്ര പുനർനിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കിട്ടിയതിനകത്തിൽ ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നേ. അപ്പോൾ ശ്രീന്തിക്ക് ഈ അമ്പലത്തിൽ നിന്ന് റോസാപ്പൂ മുല്ലപ്പൂ ഒക്കെ കിട്ടുന്ന ഭയങ്കര സന്തോഷം. അപ്പോൾ മഹാദേവൻ്റെ അവിടെ നിന്ന് റോസാപ്പൂ കിട്ടിയപ്പോൾ അത് ഭഗവാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ മുല്ലപ്പൂവൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വഴിപാടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ പായസം കിട്ടാൻ ഇച്ചിരി താമസിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ സുത്തയുടെ പായസമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ പാൽപ്പായസം ഉണ്ട്, ശ്രീന്തിയുടെ ഫേവറേറ്റാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീട്ടിൽ നമ്മുടെ രണ്ട് വീട്ടിലും കാവുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ കാവി തൊഴാനായിട്ട് ഞാൻ പോയതാണ്. പിറന്നാളൊക്കെ ആയതുകൊണ്ട് കാവി തൊഴിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി പാൽപ്പായസമൊക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് വേണം ശ്രീന്തിക്ക് സ്കൂളിൽ പോകാനായിട്ട്. ശ്രീന്തിക്ക് 9 മണിയാകുമ്പോഴത്തേന് സ്കൂളിൽ പോകണം. അപ്പോൾ തിരിച്ച് വരുന്ന വഴി നമ്മുടെ മുറ്റത്തുള്ള ചാമ്പമരത്തിൽ നിറയെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ പുഴുവൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അപ്പം ഞാൻ വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീന്തിക്ക് ചാമ്പയ്ക്ക വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് വാശി പിടിക്കുന്നു. അച്ഛനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാമ്പയ്ക്ക പറിച്ചു കൊടുക്കുകയാണ്. അപ്പം അത് കൊടുത്തിട്ട് ഞാൻ പറയുന്നുണ്ട് ചാമ്പയ്ക്ക കഴിക്കരുതെന്ന്. നല്ല ചാമ്പയ്ക്കായിരുന്നു കേട്ടോ. ശ്രീന്തി ഇപ്പം തിന്നല്ലേ, ഇപ്പം തിന്നല്ലേ. എന്താ അമ്മേ ചാമ്പയ്ക്ക് തിന്നല്ലേ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ട് ശ്രീന്തിക്ക് ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഭയങ്കര ഇഷ്ടമാണ്, അവിടെ ഫേവറേറ്റാണിത്. അപ്പോൾ അതൊക്കെ കൊടുത്തു, കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയതും അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് റെഡിയാക്കി ഞാൻ സ്കൂളിലോട്ട് പറഞ്ഞു വിടണം. അപ്പോൾ സുൽത്താനും ജോലിക്ക് പോകണം. അപ്പോൾ എല്ലാം എടുത്തു കൊടുത്ത് സ്കൂളിൽ പോവാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവർക്ക് പോകാം. അതായത് പിറന്നാൾ ദിവസം കളർ ഡ്രസ്സും അതുപോലെ തന്നെ മുട്ടായിയൊക്കെ കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ മുട്ടായിയൊക്കെ പിടിച്ച് അവുണ്ട്. അവു ഇന്ന് യൂണിഫോമിലാണ്. അപ്പോൾ ശ്രീന്തി ബർത്ത്ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോയി. പിന്നെ അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ മീൻകാർ വന്നു. മീൻകാർ കുറിച്ചിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ വെട്ടി ഞാൻ കഴുകി അതിന് ശേഷം കറിയൊക്കെ വെച്ചു. നമ്മൾ തേങ്ങ അരച്ചാണ് കറി വെച്ചത്. തേങ്ങ അരച്ച് പറ്റിച്ചു. അപ്പോൾ വറ്റിച്ചു, മീൻ കൂട്ടാനൊക്കെ വറ്റിച്ചു. ഇത് കുറിച്ച് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നമ്മൾ പുരട്ടി വെച്ചു, കുറച്ച് പുരട്ടി വെച്ചു. വൈകിട്ട് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുരട്ടി വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പായസം വെക്കാനായിട്ട് പിറന്നാളായതുകൊണ്ട് എല്ലാവർക്കും സേമിയ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വെക്കാൻ. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പായസം വെച്ചു, സേമിയ വെച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് ട്യൂഷൻ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് പായസമൊക്കെ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം കുറച്ചേറെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിറന്നാളൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് കൂടെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പായസമൊക്കെ വെച്ചു. അപ്പോൾ അതൊക്കെ തിളച്ചു, എല്ലാം തിളച്ച് എല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ല പായസമായിരുന്നു, നല്ല കൊഴുത്ത് നല്ല പായസമായിരുന്നു. സേമിയ പായസം ശ്രീന്തിക്ക് പാൽപ്പായസവും സേമിയ പായസമൊക്കെയാണ് ഇഷ്ടം. ശർക്കര പായസമൊന്നും വലിയ ഇഷ്ടമില്ല. എനിക്കാണേലും ശർക്കര പായസം അടപ്രഥമനെക്കാട്ടി കൂടുതൽ സേമിയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് അമ്മ കടയിൽ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പായസമൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ബാക്കി അവർ രണ്ടുപേരും പോയതുകൊണ്ട് തന്നെ വൈകിട്ട് വരുമ്പോഴത്തേനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പായസമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പാറുവിന് പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ആറാനൊക്കെ വെച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശ്രീന്തി വൈകിട്ട് വന്നു. വൈകിട്ട് വന്നപ്പോഴത്തേന് ശ്രീന്തിക്ക് സേമിയ പായസം വൈകിട്ടാണ് ട്യൂഷൻ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ശ്രീന്തി വന്നു. ശ്രീന്തിക്ക് വന്നപ്പോൾ പിറന്നാളായതുകൊണ്ട് തന്നെ ഇല
ചോറ് വേണം, അതാണല്ലോ ഒരു പ്രത്യേകത. ഇല ചോറ് വേണമെന്ന് പറഞ്ഞു ഉള്ള കൂട്ടാനൊന്നും അധികം ഇല്ലായിരുന്നു. കാരണം അവർ സ്കൂളിലൊക്കെ പോയതുകൊണ്ടാണ് അധികം കൂട്ടാനൊന്നും വെച്ചില്ല. പരിപ്പ് ആൾക്ക് പൊതുവെ ഇഷ്ടമല്ല. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ തോരൻ, പിന്നെ ഞാൻ മീൻ കൊടുത്തു, പിന്നെ പപ്പടം, പിന്നെ ഇതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പായസം കൊടുക്കാൻ. അപ്പോൾ പായസം കൊടുത്തു. പായസം കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയണം പപ്പടം കൊടുക്കാൻ. അപ്പോൾ പപ്പടവും പായസവും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു പ്രത്യേകതയാണ്, ഇതെന്താണ് ഈ പപ്പടവും പായസവും കൂടെ കൊള്ളാവോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിക്ക്. നല്ലതാണോ പായസം പപ്പടോ? എനിക്കറിയത്തില്ല. ഏതേലും ഒരു സൈഡിൽ നിന്ന് കഴിക്കേ. നല്ലതാണോ?